എന്താ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച ദിവസമാണ് എന്ന് വിശ്വസിക്കുന്ന ദിവസമാണ് ഡിസംബർ 25. അങ്ങനൊരു ദിവസമാണ് കടന്നു വരാൻ പോകുന്നത്. അപ്പോഴേക്കും ആ മതക്കാരെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അവരുടെ മതത്തിന്റെ ആഘോഷമാണെങ്കിൽ, മുസ്ലിമീങ്ങളായ നമ്മൾ ഈസാ നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നവരല്ലേ? നമ്മൾക്ക് എങ്ങനെയാണ് ഈസാ നബി ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരത്തെ എന്ന ആഘോഷത്തെ ആഘോഷിക്കാൻ കഴിയുക? ആലോചിച്ചു നോക്കെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ. അള്ളാഹു പറഞ്ഞത് സെമിറ്റിക് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 രീതിയിലാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അവർ വിശ്വസിക്കുന്നത്. സെമിറ്റിക് മതങ്ങൾ എന്ന് പറഞ്ഞാൽ ജൂദായിസം, ക്രിസ്ത്യാനിസം, ഇസ്ലാമിസം, ഈ 3 മതങ്ങളാണ് സെമിറ്റിക് മതങ്ങൾ എന്ന് പറയുന്നത്. ജൂതന്മാര് പറയുന്നത് ഈസാ നബി ജാരസന്തതി എന്നാണ്. നിങ്ങൾ ആലോചിക്കണം, ഈസാ നബി ജാരസന്തതിയാണ്. മറിയം ബീവി അവിഹിത ബന്ധത്തിലേർപ്പെട്ട് അതിൽ നിന്നുണ്ടായ കുട്ടിയാണ് ഈസാ നബി എന്ന് ആര് പറയുന്നു? ജൂതന്മാർ. അതുകൊണ്ടാണ് ജൂതന്മാർ ഈസാ നബിയെ കൊല്ലാൻ തുടങ്ങിയത്. മറിയമിനോട് ചോദിക്കുന്നുണ്ട്, ഒമാകാൻ അബൂ കിംറ അസൗഇൻ, മറിയമേ നിന്റെ ഉപ്പ മോശക്കാരിയല്ലായിരുന്നല്ലോ, നിന്റെ ഉപ്പ മോശക്കാരായിരുന്നില്ലല്ലോ, നീ എന്താ മോശക്കാരായി, നീ എന്താ മോശക്കാരിയായി എന്ന് ജൂതന്മാര് മഹതിയായ മറിയം ബീവിയോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ജൂതന്മാരാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ കുരിശിലേറ്റാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി പിന്നാലോടുന്നത്. എന്നിട്ട് കൊന്നു എന്നാണ് ജൂതന്മാരുടെ വിശ്വാസം, കൊന്നു എന്നാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം. കൊന്നിട്ടില്ല, അല്ലാഹു ആകാശത്തേക്ക് ഉയർത്തി എന്നാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. ഞാൻ പറയട്ടെ, ഒമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഒരു മുറിക്കകത്തേക്ക് കയറിയപ്പോ അല്ലാഹു ഈസാ നബിയെ ഉയർത്തുകയും അതേപോലെയുള്ള ഒരാളെ തൽസ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ഖുർആനാണ്. അപ്പൊ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി പ്രവാചകനാണ്, ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ജാരസന്തതിയാണ്, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ്. ഞാൻ ചോദിക്കട്ടെ, ഫലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം, ഈ ഒരു യുദ്ധത്തില് ജൂതന്മാരാണല്ലോ മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ പോകുന്നത്. അമേരിക്ക എന്നാൽ ക്രൈസ്തവരാണ് അമേരിക്കയിൽ ബഹുഭൂരിഭാഗം ആളുകളുമുള്ളത്. ജൂതന്മാർ ഈസാ നബിയെ കൊന്നു എന്ന് വിശ്വസിക്കുന്ന അമേരിക്കക്കാരന് എങ്ങനെയാണ് ഇസ്രയേലുകാരെ സഹായിക്കാൻ കഴിയുക? നെപ്പോളിയനും അതുപോലെ തന്നെ ഹിറ്റ്ലറുമടക്കം 15 ലക്ഷത്തോളം ജൂതന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. ലോക ചരിത്രം നമ്മൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ 1-ാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച്, കുരിശ് യുദ്ധത്തോടനുബന്ധിച്ച് ജൂതന്മാരെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ക്രിസ്ത്യാനികളാണ്. കാരണം ജൂതന്മാരാണ് ഈസാ നബിയെ കൊന്നത് എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ. എന്നിട്ട് പോലും പഴയകാല ചരിത്രമെല്ലാം മറന്നിട്ട് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ 20,000 കണക്കിനാളുകളെ ഫലസ്തീനിൽ വെച്ച് നിഷ്ഠൂരമായി കൊലപ്പെടുത്തുമ്പോ ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് എങ്ങനെയാണ് ആയുധം നൽകി സഹായിക്കാൻ കഴിയുക? എന്ത് ബന്ധമാണ് എന്ന് ആലോചിച്ചാൽ നമ്മൾക്കറിയുന്നില്ല. ഏതായാലും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളോട് പറയാനുള്ളത്, നമ്മൾ മതങ്ങൾക്കിടയിൽ സൗഹാർദ്ദം വേണമെന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്നത്. പക്ഷേ മറ്റുള്ള മതക്കാരുടെ മതത്തിന്റെ ഭാഗം നമ്മുടെ മതത്തിലേക്ക് നമ്മൾ ചേർക്കാൻ പാടില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. കാഫിറൂൻ അർത്ഥമറിയാതെ ഖുർആൻ ഓതുന്നത് കൊണ്ടാണ് ഇതൊന്നും നമ്മൾക്ക് തിരിയാതെ വരുന്നത്. ലാ അഅബുദു മാ തഅബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങളുടെ ആരാധ്യ പുരുഷന്മാരെ ഞാൻ ആരാധിക്കുന്നില്ല, നിങ്ങളുടെ ആരാധ്യ പുരുഷന്മാരെ ഞാൻ ആരാധിക്കുന്നില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശം, എനിക്ക് എന്റെ ആദർശം എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. മുസ്ലിമീങ്ങളെ, നമ്മൾക്ക് എന്തേ തിരിയാതെ പോകുന്നു? അർത്ഥമറിയാത്തത് കൊണ്ടല്ലേ നമ്മളെ പോലെയുള്ള ആളുകളെ ഈസാ നബി അള്ളാഹുവിന്റെ ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ആ ആഘോഷങ്ങളിൽ നമ്മളും പങ്കാളികളാകുന്നത്. അവരുണ്ടാക്കി തരുന്ന ഭക്ഷണം നമ്മൾ കഴിക്കണ്ട എന്നല്ല, നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം അവർക്ക് കൊടുക്കണ്ട എന്നല്ല, നമ്മൾ സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ ജീവിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. മതങ്ങൾക്കിടയിൽ മുസ്ലിമീങ്ങളായ ആളുകൾ, ഹൈന്ദവരായ ആളുകൾ, ക്രൈസ്തവരായ ആളുകൾക്കിടയിൽ ഒരു വ്യത്യാസം പോലും ഉണ്ടാവാതെ മാനുഷികമായ എല്ലാ ബന്ധവും നമ്മളുടെ ഇടയിൽ ഉണ്ടാവണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ക്രിസ്താബ്ദം 638 മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുമ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ അധിപനായിരുന്ന ക്രൈസ്തവ രാജാവ് മഹാനായ ഉമർ തങ്ങളുടെ കയ്യിൽ ഫലസ്തീനിന്റെ ചാവി കൊടുത്തപ്പോ, ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോല് കൈമാറിയപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ബാങ്കിന്റെ വിളി കേൾക്കുകയുണ്ടായി. ആ ബാങ്കിന്റെ
ബാങ്കിന്റെ വിളി കേട്ടപ്പോൾ എവിടെ നിസ്കരിക്കണമെന്ന് അവിടെയുള്ള പാതിരിമാരോട് ചോദിച്ചപ്പോ ക്രിസ്ത്യാനികളുടെ ചർച്ചായിരുന്ന ഈ ചർച്ച് കാണിച്ചു പറഞ്ഞു ഇവിടെ തന്നെ നിസ്കരിച്ചോളൂ എന്ന് ഉമർ തങ്ങളോട് പറഞ്ഞപ്പോ ഉമർ തങ്ങൾ പറഞ്ഞത് വേണ്ട വേണ്ട, ഇവിടെ ഞാനെങ്ങാനും നിസ്കരിച്ചാൽ ശേഷം വരുന്നൊരു തലമുറ മുസ്ലിമീങ്ങളായ എന്റെ അനുയായികളെ ഉമർ ഇവിടെ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ചർച്ച പള്ളിയാക്കാൻ അവർ ആവശ്യപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ ചർച്ചിൽ ഞാൻ നിസ്കരിക്കുന്നില്ല, നിങ്ങളുടെ ആരാധന നിങ്ങൾ ഇവിടെ തുടർന്നോളൂ എന്നാ പറഞ്ഞത്. ഓരോ മതങ്ങൾക്കും അവരവരുടെ വിശ്വാസമുണ്ടാകും. അവരുടെ ദൈവങ്ങളെ നമ്മൾ കളിയാക്കാൻ പാടില്ല, അവരുടെ ബിംബങ്ങളെ നമ്മൾ കളിയാക്കാൻ പാടില്ല, അവരുടെ ആരാധനാലയങ്ങളെ നമ്മൾ കൊച്ചാക്കാൻ പാടില്ല, അവരുടെ ദൈവങ്ങളെയും നമ്മൾ കൊച്ചാക്കാൻ പാടില്ല. എല്ലാ മതങ്ങളെയും നമ്മൾ ബഹുമാനിക്കുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമയത്ത് നിങ്ങളോട് ഉണർത്താനുള്ളത്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മതം പറയുന്നത് ഈസാ നബി പ്രവാചകനാണ് എന്ന്, എന്നാൽ ക്രൈസ്തവര് പറയുന്നത് ഈസാ നബി ദൈവമാണ് എന്ന്. ആ ദൈവത്തിന്റെ ജന്മദിനത്തിലോ ആ ദൈവത്തിന്റെ മരണദിനത്തിലോ അവർ ആഘോഷിക്കുമ്പോ അവരുടെ ആഘോഷത്തിലെ ഒരു ദൈവം എന്ന രീതിയിൽ നമ്മൾക്ക് എങ്ങനെയാണ് സഹകരിക്കാൻ കഴിയുക? എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ സ്റ്റാർ തൂക്കാൻ കഴിയുക? എങ്ങനെയാണ് ക്രിസ്മസ് പൂപ്പന്റെ വേഷം നമ്മൾക്ക് ധരിക്കാൻ കഴിയുക? ഇത് വർഗീയമായി ആരും ചിത്രീകരിക്കേണ്ട, ഈ പ്രഭാഷണത്തെ വർഗീയമായി ആരും ചിത്രീകരിക്കേണ്ട. മുസ്ലിമീങ്ങളുടെ മതത്തിന്റെ ആദർശങ്ങൾ ഉൾക്കൊള്ളലല്ല മറ്റുള്ള മതക്കാര് നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഭാഗം. മുസ്ലിമീങ്ങൾ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ പള്ളിയിൽ വന്നിട്ട് ഹിന്ദുക്കൾ നിസ്കരിക്കലല്ല മതസൗഹാർദ്ദം എന്ന് പറയുന്നത്, ക്രിസ്ത്യാനികൾ വന്ന് നമ്മുടെ പള്ളിയിൽ നിസ്കരിക്കലല്ല മതസൗഹാർദ്ദം എന്ന് പറയുന്നത്, നമ്മൾ അമ്പലത്തിൽ പോയി അവരുടെ ദൈവത്തിന്റെ മുമ്പിൽ തലകുനിക്കലല്ല മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. മതങ്ങൾക്കിടയിലല്ല സൗഹാർദ്ദം, മനുഷ്യർക്കിടയിൽ